ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സഞ്ജയ് വെച്ചൊക്കെയാണ് സഞ്ജയ്ക്ക് തന്നെ പണി കിട്ടിയില്ല. പക്ഷേ സഞ്ജയ്ക്ക് അത് അറിയില്ല. സഞ്ജയിൻ്റെ എന്താ വിചാരം, ഞാൻ സ്വപ്നം നശിപ്പിച്ചു എന്നൊക്കെയാണ്. പക്ഷെ ആൾക്കൊന്നും അതിൻ്റെ നശിപ്പിച്ച ആ ഒരു ഓർമ്മയൊന്നും ഇല്ല. എന്നിട്ട് പിന്നെ നമ്മുടെ സ്വപ്നം പറയുന്നുണ്ട്, ഞാൻ സഞ്ജയേട്ടൻ നന്നായി വിശ്വസിച്ച് പോയി. പക്ഷെ സഞ്ജയേട്ടൻ കാട്ടിയത് എന്താണ്, എന്നെ നശിപ്പിച്ചില്ലേ. നമ്മൾ ചെയ്തത് വലിയൊരു തെറ്റാണിത്. വേറെ ആരെങ്കിലും അറിഞ്ഞു പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും. അതിന് മുമ്പ് തന്നെ അവനെ കൊടുക്കാനുള്ള എല്ലാം അവൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഫോട്ടോസ് ആണെങ്കിലും എന്താണെങ്കിലും. ഇപ്പം അവനെന്തെങ്കിലും ഭീഷണിയും കൊണ്ട് വന്നു പറഞ്ഞാൽ അവൾക്ക് ആ ഒരു ഇതിട്ടിട്ട് ആയുധമാക്കാമല്ലോ. അതിനു വേണ്ടി അവൾ മനഃപൂർവ്വം നല്ലൊരു കളി കളിച്ചു കേട്ടോ. എന്നിട്ട് പിന്നെ ഓരോന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മോളെ ഞാൻ അറിഞ്ഞുകൊണ്ടല്ല, എനിക്ക് ഒരു തെറ്റ് പറ്റി, നീ ഒന്ന് ക്ഷമിക്കുന്നൊക്കെ പറയണ്ട. അവൾ ക്ഷമിക്കുക, ഇനിയും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എനിക്ക് സഞ്ജയേട്ടൻ നല്ല വിശ്വാസമുണ്ട്. സഞ്ജയേട്ടൻ എന്നെ കല്യാണം കഴിക്കണം, എന്നെ ചതിക്കരുതെന്നൊക്കെ നമ്മുടെ സ്വപ്ന ഇവനോട് പറയാണ് കേട്ടോ. അപ്പോൾ സഞ്ജയ് പറയണ്ട, ഞാൻ എന്ത് തന്നെ കിട്ടുള്ളൂ, വേറെ ഒരാളിനെ ഞാൻ കിട്ടില്ല, എനിക്ക് നിന്നെ അത്രയും ഇഷ്ടമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവൻ്റെ മനസ്സിൽ അതാണോ? അല്ല, അവളെ നശിപ്പിച്ചിട്ട് അതിലൂടെ ഗിരിയോട് പ്രതികാരം വീട്ടാൻ പറഞ്ഞിട്ടുള്ള ഒരു ബുദ്ധിയാണ് അവൻ്റെ. പക്ഷെ അത് നമ്മുടെ സ്വപ്നയ്ക്ക് അറിയില്ല. സ്വപ്ന അങ്ങനെ തന്നെയാണ് കേട്ടോ. അവനെ കല്യാണം കഴിച്ചിട്ട് അവിടുത്തെ വലിയൊരു മരുമകളായിട്ട് പണക്കാരിയായിട്ട് നടക്കണം എന്നാണ് അവളുടെ ഉദ്ദേശം. രണ്ടാളുടെയും ഉദ്ദേശം നടക്കാൻ പോകണമെന്നില്ല. പിന്നെ കാണിക്കുന്ന സീൻ വന്നിട്ട് സഞ്ജയും ചാച്ചും ശാലിനിയൊക്കെ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. ശാലിനി അവർ രണ്ടാളത്ത് പറയണേ, എനിക്കിപ്പോൾ ഗിരി പറഞ്ഞ വെറുപ്പാണ്. ഞാൻ ഏറ്റവും വലുതെന്ന് കൊണ്ട് നടന്നത് ഗിരിയായിരുന്നു. പക്ഷെ അവൻ എന്നെ ചതിച്ചു. അവനെ അത്രയും സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ നമ്മുടെ ശാലിനി പറയാണ് കേട്ടോ. അവൻ വലുത് അവൻ്റെ കുടുംബമാണ്. ഞാൻ തന്നെ ഞാൻ എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും ആ കുടുംബത്തിൽ ഞാൻ നശിപ്പിച്ചിരിക്കും എന്നൊക്കെ പറയുന്നു കേട്ടോ. അവൻ എന്നെ തിരഞ്ഞെടുക്കാണ്ട് അവൻ തിരഞ്ഞെടുത്തത് മഞ്ജുവിനെയാണ്. അപ്പം അവൻ്റെ മുന്നിൽ വെച്ച് തന്നെ ഞാൻ ആ മഞ്ജു എരിഞ്ഞില്ലാണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വെല്ലുവിളിക്കണം കേട്ടോ. അത് കേൾക്കുമ്പോൾ നമ്മുടെ സഞ്ജു നല്ല സന്തോഷമാണ്. സഞ്ജു അല്ലെങ്കിൽ മദ്യപിച്ച് ലെക്ക് വിട്ട പോലെയുള്ള ഒരു അവസ്ഥയിലാണ് കേട്ടോ. എന്നിട്ട് അത് കേട്ടിട്ട് നമ്മുടെ സഞ്ജയ് പറയും, ഈ ഒരു സ്പിരിറ്റിന് എനിക്ക് നേരത്തെ ഉണ്ടാവണമായിരുന്നു. അവളോടുള്ള ആ ഒരു വാശി എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു പറഞ്ഞാൽ ഞാൻ നിൻ്റെ കൂടെ നിൽക്കുമായിരുന്നു. എനിക്കൊരു നല്ലൊരു ചേട്ടനാകും. എങ്ങനെ നല്ല ചേട്ടനാകും? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നല്ലൊരു ചേട്ടനാകും എന്നാണ് അവൻ പറഞ്ഞു വരുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയും, നീ ആ ഒരു സമയത്ത് ഗിരി എന്നുള്ളൊരു ഇതായിരുന്നില്ലേ, പിന്നെ എങ്ങനെ നീ ഇതിക്ക് വരും, എൻ്റെ കൂടെ നിൽക്കും, എന്നോട് എനിക്ക് നല്ല വെറുപ്പായിരുന്നില്ലേ പറഞ്ഞിട്ട് ഓരോന്ന് പറയണം കേട്ടോ. അപ്പം അത് കേൾക്കുമ്പോൾ ശാലിനി പറയും, കഴിഞ്ഞ കാര്യം ഇനി പറഞ്ഞിട്ട് കാര്യമുണ്ടോ, അത് നടക്കാൻ പോകുന്നുണ്ടോ, വെറുതെ അത് പറയണ്ട പറഞ്ഞിട്ട് ശാലിനി പറയാൻ കേട്ടോ. അപ്പോൾ സഞ്ജയ് പറയും, എന്തായാലും ഞാൻ സ്വപ്നം നശിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ എന്ത് പറഞ്ഞാലും അവളെൻ്റെ വലയിൽ നിൽക്കും, ഞാൻ പറയണത് കേൾക്കും പറഞ്ഞിട്ട് പറയണേ. അല്ല, നീ അവളുടെ എന്തെങ്കിലും ഫോട്ടോസ് എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ? പക്ഷേ അതെടുക്കാൻ മറന്നു. എനിക്ക് നശിപ്പിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ, പക്ഷെ വേറൊന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷേ നീ അത് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനിലിട്ടിട്ട് ഓൺലൈനിൽ അവളുടെ ഫോട്ടോസ് ഇട്ടിട്ട് അവളെ നമുക്ക് ഭീഷണിപ്പെടുത്തായിരുന്നു. അപ്പോൾ നമ്മൾ പറയണതൊക്കെ കേൾക്കൂലേ പറഞ്ഞിട്ട് പറയണേ. എനിക്കതൊന്നും ഓർമ്മയില്ല പറഞ്ഞിട്ട് പറയണേ. നീ കുറച്ചായിട്ടിപ്പോൾ ഒരേ മയക്കുമരുന്നിൻ്റെ ഒക്കെ അഡിക്റ്റായിട്ട് നടക്കുകയല്ലേ, പിന്നെ എങ്ങനെ എനിക്ക് ഓർമ്മയുണ്ടാകും പറഞ്ഞിട്ട് ചാച്ചു പറയാൻ കേട്ടോ. കേൾക്കുമ്പോൾ ശാലിനി പറയും, നീ മനഃപൂർവ്വം അവളുടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാണ്ടിരുന്നതാണ് അവളെ സംരക്ഷിക്കാൻ വേണ്ടി. അവളോട് നിനക്ക് ഇഷ്ടമുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് വേണ്ടി ചോദിക്കണം. പക്ഷേ ഞാനെന്തിനാ ദാരിദ്ര്യത്തിൽ സ്നേഹിക്കണം? എനിക്കൊന്നും അവളോട് ഇഷ്ടമില്ല. ഞാൻ അവളെ കല്യാണം കഴിക്കാനും പോകണില്ല. എനിക്ക് ഗിരിയോട് പ്രതികാരം ചെയ്യണം, അതിനുള്ളൊരു ആയുധം മാത്രമാണ് അവൾ. അല്ലാണ്ട് ഞാൻ അവളായിട്ട് കല്യാണം നടക്കുകയില്ല പറഞ്ഞിട്ട് പറയുന്നുണ്ട് ശാലിനിയോട്. അത് കേൾക്കുമ്പോൾ ശാലിനി പറയും, എന്നാൽ നിനക്ക് കൊള്ളാം, അവളുടെ ആഗ്രഹം ഇവിടുത്തെ മരുമകളാവുക, ഇവിടുത്തെ എല്ലാ സ്വത്തുക്കളും അവൾക്ക് കിട്ടണം എന്നൊക്കെയാണ് അവളുടെ ആഗ്രഹം. അഥവാ അത് നിനക്ക് സാധിച്ചു കൊടുക്കാൻ ഉദ്ദേശമുണ്ടെന്ന് എനിക്ക് തോന്നിയാ നീ എൻ്റെ ചേട്ടനാണെന്ന് നോക്കില്ല, ഞാൻ നിന്നെ കൊന്നു കളയും പറഞ്ഞിട്ട് പറയാൻ പറ്റില്ല. ശാലിനി അങ്ങനെ ചെയ്യും. അത് കേട്ടപ്പോൾ നമ്മുടെ സഞ്ജയ്ക്ക് നല്ല ഷോക്കായിട്ടോ. അവൻ നെട്ടി. അവൾ പറഞ്ഞതാണ്, അവൾ ചേട്ടനാണെന്നോ ആരാണെന്നൊന്നും നോക്കില്ല പറഞ്ഞിട്ട് അവൻ മനസ്സിൽ കരുതാണ് കേട്ടോ.
അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന സീന് വന്നിട്ട് നമ്മുടെ സ്വപ്ന അവൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നോക്കുകയാണ്. അത് വെച്ചിട്ട് അവനെ എങ്ങനെ ഭീഷണിപ്പെടുത്താം, ബ്ലാക്ക് മെയിൽ ചെയ്യാം, അങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ മഞ്ജു അവളുടെ അടുത്തേക്ക് വരികയാണ്. അപ്പം തന്നെ മഞ്ജുവിനെ കണ്ടതും അവൾ ഫോൺ മറയ്ക്കുകയാണ് കേട്ടോ. ഫോൺ മറയ്ക്കുമ്പോൾ നീ എന്താ എന്നിൽ നിന്ന് മറയ്ക്കുന്നത്, ഫോണൊന്ന് കാണിച്ചേ പറഞ്ഞിട്ട് പറയണേ. അതൊക്കെ എനിക്കെന്തിനാണ് കാണിച്ചു തരുന്നത്, അല്ല നീ ഇന്ന് അങ്ങോട്ട് പോയല്ലോ, ഇന്ന് എന്തുണ്ടായി എന്നൊക്കെ ചോദിക്കുകയാണ്. അതൊന്നും നിന്നോട് പറയേണ്ട ആവശ്യമില്ല, എനിക്കറിയാം എന്താ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെ എനിക്കറിയാൻ വേണ്ടി മഞ്ജുവിനോട് പറയാൻ കേട്ടോ. പിന്നെ കാണിക്കുന്ന സീനോടെ നമ്മുടെ അബിയുടെ അടുത്ത് മഹിമ പറഞ്ഞല്ലോ, വക്കീൽ എന്നോട് ഇഷ്ടം പറയുന്നു എനിക്ക് തോന്നുന്നില്ല, ഞാൻ അങ്ങോട്ട് പറയാൻ വേണ്ടി പോവുകയാണ്, ഇനി പറയാണ്ടിരുന്നു പറഞ്ഞാൽ അത് എനിക്ക് വലിയൊരു നഷ്ടമായിരിക്കും പറയണം കേട്ടോ. അപ്പോൾ നമ്മുടെ അബിക്കൊരു ബുദ്ധി തോന്നും, വക്കീലിൻ്റെ അടുത്തേക്ക് പോയിട്ട് എന്തെങ്കിലുമൊക്കെ നുണ പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അങ്ങോട്ട് പോയിട്ട് വക്കീലിട്ട് പറയും, വക്കീലിനെ ഒരു കാര്യം പറയാം, ഒന്നും വിചാരിക്കണ്ട, മഹിമയോട് പെട്ടെന്നൊരു ഇഷ്ടം അങ്ങോട്ട് കല്യാണം കഴിക്കാൻ അവൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ശരി നമുക്ക് കല്യാണം കഴിക്കാമെന്ന് പറയരുത്, കാരണം അങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ മഹിമയ്ക്ക് വക്കീലിനോടുള്ള ആ ഒരു ആദരവും ആ ഒരു ഇതൊക്കെ പോകും, അങ്ങനെയൊന്നും പറയാൻ നിൽക്കേണ്ട വേണ്ടി പറയണം കേട്ടോ. പക്ഷെ നമ്മുടെ വക്കീലിന് അറിയാമല്ലോ അവൻ എങ്ങനെ ബിഹേവ് ചെയ്യുന്നൊക്കെ അറിയണോണ്ട് അതൊന്നും അവൻ കാര്യമാക്കിയില്ല കേട്ടോ. ഇതിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ഗൗരമ്മ കയറി വരുന്നുണ്ട്. ഗൗരമ്മ അവനെ ആട്ടി പുറത്താക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇതൊക്കെയായിരിക്കും. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.